വോട്ടുകളായി തരൂരിന്റെ ലീഡ് കുറഞ്ഞു. ശ്രദ്ധിക്കുക, തിരുവനന്തപുരം ശക്തമായ മത്സരം. 500ലേക്ക് തരൂരിന്റെ ലീഡ് കുറയുന്നു. രണ്ടാം സ്ഥാനത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖരല്ലേ, BJP രാജീവ് ചന്ദ്രശേഖരാണ്. ശക്തമായ മത്സരം ഈ മൂന്നാം റൗണ്ടിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. BJPക്ക് പ്രതീക്ഷ തിരുവനന്തപുരത്ത്. അല്ല, ഈ സമയം തരൂരിന് ഇത്രയും ലീഡ് കിട്ടിയാലും അവസാന സമയം, പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. LDFന്റെ വോട്ടുകൾ LDFന്റെ പെട്ടിയിൽ വീണിട്ടുണ്ട് എന്ന് വേണം കരുതാൻ, ഇല്ലേ? ഇപ്പോൾ വോട്ടിടുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല കാര്യങ്ങൾ. കഴിഞ്ഞ തവണ തരൂരിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമായിരുന്നു. അപ്പോൾ അവിടെ LDFന്റെ വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്നു 96,839 സീറ്റ് സുരേഷ് ഗോപിക്ക്. അതായത് 1,00,000-അടുത്തേക്ക് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 18,000-ത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 18,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. കോട്ടയത്തും UDF ലീഡ് ഉയർത്തി 10,156 വോട്ടായി ഫ്രാൻസിസ് ജോർജിന്റെ. ദേശീയ തലത്തിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ ലീഡ് ഇപ്പോഴില്ല. ഒറ്റയ്ക്ക് 248 സീറ്റുകളിലെ ലീഡുള്ളൂ. ബാക്കി സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് 303. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കാണുന്നില്ല. 248 മാത്രമാണ് ഇപ്പോൾ. 249 ടൈറ്റ് മത്സരം. കോൺഗ്രസ് 10, BJP 16, JDS 2. കർണാടകത്തിൽ ടൈറ്റ് മത്സരത്തിലേക്ക്. ആലത്തൂർ മാത്രമാണ് LDFന് 18 സീറ്റുകളിൽ, UDF 1 സീറ്റിൽ BJP എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴയായിരുന്നുവെങ്കിൽ ഇത്തവണ ആലത്തൂർ LDFനെ സഹായിക്കുകയാണ്. ഒറ്റ സീറ്റിൽ മാത്രം ലീഡ്. കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പിച്ച കുറെ അധികം. ഇടുക്കിയിൽ 31,000 കടന്നു, വയനാട്ടിൽ 30,000 കടന്നു, മലപ്പുറത്ത് 42,000 കടന്നു, കൊല്ലത്ത് 10,000 കടന്നു, ആലപ്പുഴയിൽ 11,000 കടന്നു, പാലക്കാട്ട് 13,000 കടന്നു, പൊന്നാനിയിൽ 22,000 കടന്നു, 50,000 കടന്നിരിക്കുന്നു. ലീഡ് 50,000. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞു വീശുകയാണ്. സംസ്ഥാനത്ത് UDF തരംഗമാണ്. 1 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ LDF ലീഡുള്ളത്. എല്ലാ സീറ്റുകളിലും 30,000-ന് മുകളിലെങ്കിലും ലീഡ് ഉയർത്തിയാണ് ഇപ്പോൾ UDF പ്രധാനപ്പെട്ട എല്ലാ സീറ്റുകളിലും തങ്ങളുടെ കോട്ടകൾ കാക്കുന്നു. ഒപ്പം LDFന്റെ പരമ്പരാഗത സീറ്റുകളിലും വലിയ ലീഡ് ഉയർത്തുന്നു. എറണാകുളത്തൊക്കെ 50,000 കടന്നുള്ള ലീഡ് നിലയാണ്. മലപ്പുറത്ത് 2 മണ്ഡലങ്ങളിലും പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ ലീഡാണ്. 1,00,000-അപ്പുറം പോയാലും അത്ഭുതപ്പെടാനില്ല. പാലക്കാട്ട് 13,000 കടന്നിരിക്കുന്നു, കാസർഗോഡ് 12,000 കടന്നിരിക്കുന്നു, കണ്ണൂരിൽ 9,000 കടന്നിരിക്കുന്നു, പത്തനംതിട്ടയിൽ 10,000 കടന്നിരിക്കുന്നു. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ശക്തമായ ലീഡിലാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ ഉള്ളത്. തൃശൂരിൽ സുരേഷ് ഗോപി 12,000 കടന്നിരിക്കുന്നു, ആറ്റിങ്ങൽ 2,127, മാവേലിക്കരയിൽ ദൃശ്യം KPCC ഓഫീസിൽ നിന്നുള്ള ദൃശ്യമാണ്. UDF ക്യാമ്പിന് ഇത് കേരളത്തിൽ ആഘോഷ ദിവസമാണ്. സ്വാഭാവികമായും അത്തരം കാഴ്ചകൾ ഉണ്ടാവാം. എല്ലാവരും ഇരുന്ന് തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കാണുകയാണ്. ദേശീയ തലത്തിലും കോൺഗ്രസിന് ആശ്വസിക്കാവുന്നതാണ്. കോൺഗ്രസ് 100 സീറ്റിലേക്ക് കടക്കുന്നു. 99 സീറ്റുകൾ. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ആശ്വാസം, കോൺഗ്രസിന് തിരിച്ചുവരവ്, കോൺഗ്രസിന്റെ പുനരുജ്ജീവനം. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിൽ. അങ്ങനെ BJPയുടെ സീറ്റെണ്ണം സംസ്ഥാനത്ത് 2ആയി ഉയരുകയാണ്. ലീഡ് നിലയിലെങ്കിലും സുരേഷ് ഗോപിയുടെ 12,000 കടന്നെങ്കിൽ 2 സീറ്റുകളിൽ BJP മുന്നിൽ, 17 സീറ്റുകളിൽ UDF മുന്നിൽ, 1 സീറ്റിൽ LDF മുന്നിൽ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഫൈറ്റ് ടൈറ്റായി കൊണ്ടിരിക്കുകയാണ്. അവിടെ LDFും വോട്ട് പിടിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇങ്ങനൊരു ടൈറ്റ് ഫൈറ്റിന് കാരണം. ഏകപക്ഷീയമായി തരൂരിന് മുന്നേറാൻ കഴിയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയാണ്. BJPയുടെ സ്ട്രോങ് ഹോൾഡ്സിൽ ഇപ്പോൾ കൗണ്ടിംഗ് നടക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും ഒക്കെ മുന്നേറുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. കഴക്കൂട്ടത്തും 413 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് മുന്നിലുള്ളത്. 413 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹം മുന്നിലാണ്. നമുക്കൊക്കെ അറിയാം, ആദ്യഘട്ടങ്ങളിൽ മുന്നിൽ വന്ന ശേഷം പിന്നിൽ പോവുകയാണ് തിരുവനന്തപുരം സാധാരണ BJP. പക്ഷേ ഇത്തവണ 4ാം റൗണ്ട് എണ്ണുമ്പോൾ BJP സ്ഥാനാർത്ഥി മുന്നിൽ വരുന്നത് എന്ത് ട്രെൻഡിന്റെ സൂചനമാണ് എന്നുള്ളതിനെയും കാത്തിരുന്ന് കാണേണ്ടി വരും. മഞ്ജുഷ്.
ശരിയാണ്, സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൽ BJPക്ക് 2 സീറ്റിന്റെ ലീഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അതേസമയം ആലത്തൂർ മന്ത്രി കെ രാധാകൃഷ്ണൻ LDFന് പിടിവള്ളിയായി മാറുന്നു, 1 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ് LDF. പക്ഷേ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോഴില്ല. ദേശീയ തലത്തിൽ അടൂർ പ്രകാശിന്റെ ലീഡ് കുറയുന്നുണ്ട്. ഏതായാലും ആറ്റിങ്ങലിൽ നിന്ന് 64,000 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. 64,000 കടന്നു രാഹുൽ ഗാന്ധി. വയനാട്ടിൽ രാഹുൽ തരംഗം, വയനാട്ടിൽ UDF തരംഗം, കേരളം ഒട്ടാകെ UDF തരംഗം. അതാണ് സാഹചര്യം. വടകരയിൽ ഷാഫിയുടെ ലീഡ് ഉയർന്നു, 17,000 മുകളിലേക്ക് ഷാഫിയുടെ ലീഡ്. 17,000 വടകര ഷാഫി ഉറപ്പിക്കുന്നു, വടകര ഷാഫി ഉറപ്പിക്കുന്നു. 17,000 കടന്നു. 22 വടകരയിൽ ഷാഫി. 22 വടകര UDF കരയായി മാറുന്നു. KK ശൈലജ പരാജയപ്പെടുന്നു. ഷാഫി പറമ്പിൽ വലിയ മേധാവിത്വം നേടുന്നു. സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം UDF കാഴ്ചവെക്കുന്നു. UDF തർക്കമില്ല. വലിയ വലിയ മേഖലകളിലേക്ക് UDFന്റെ കടന്നുകയറ്റം. സുരേഷ് ഗോപി 20,000 കടന്നു ഭൂരിപക്ഷം. ചാലക്കുടിയിൽ ബെന്നി ബെഹനാന്റെ ലീഡ് 12,067 വോട്ടുകളായി ഉയർന്നു. അങ്ങനെ ചാലക്കുടിയും UDF പക്ഷത്തേക്ക്. ഇനിയിപ്പോൾ നോക്കേണ്ടത് തിരുവനന്തപുരം, അതുപോലെ തന്നെ മാവേലിക്കര, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളാണ്. ബാക്കി ഒരിടത്തും അട്ടിമറിക്ക് സാധ്യത കാണുന്നില്ല. കണ്ണൂരിലും കെ സുധാകരൻ സേഫ് ആവുകയാണ്. 10,000 വോട്ടുകളിലേക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലീഡ്. വേറെ സ്ഥലത്ത് എവിടെയാണ് കാര്യം? ലീഡ് നിലയിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് 1000-ൽ താഴെ ലീഡുള്ളത്. 1000-ൽ താഴെ ലീഡുള്ളത് മാവേലിക്കരയിലുണ്ട്. മാവേലിക്കരയിൽ എന്ത് സംഭവിക്കുന്നു? മാവേലിക്കരയിൽ 1021ലേക്ക് സുരേഷിന്റെ ലീഡ് വർദ്ധിച്ചിട്ടുണ്ട്. മാവേലിക്കരയിൽ 1021 ലീഡ് കൂടുന്നു. രാജീവ് ചന്ദ്രശേഖർ 1150 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരത്ത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ആദ്യമായിട്ട് ലീഡ് 1000-ന് മുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 1160 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് UDF തരംഗമാണ്. ആ UDF തരംഗത്തിനിടയിൽ പ്രത്യേക സാഹചര്യമുള്ള മണ്ഡലങ്ങളിൽ ആ രാഷ്ട്രീയം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും സംഭവിച്ചിട്ടുള്ളത്. ആലത്തൂരിലെ ഇടതു സ്ഥാനാർത്ഥിയാവാം ഒരുപക്ഷെ അവരുടെ കൈക്കരുത്തായിരിക്കുക, അദ്ദേഹമായിരിക്കും അവിടെ കരുത്ത് തെളിയിക്കുക. മറ്റിടങ്ങളിലെല്ലാം പൊതു UDF രാഷ്ട്രീയം പ്രതിഫലിച്ചു എന്ന് വേണം ഇതുവരെയുള്ള സൂചനകളിൽ നിന്നും. തൃശ്ശൂരിൽ NDAക്ക് 1,06,774 വോട്ടുകൾ, LDFന് 85,675, UDFന് 75,988. കെ മുരളീധരൻ 3-ാം സ്ഥാനത്താണ് ഇപ്പോഴും തൃശ്ശൂരിൽ. 75,980 വോട്ടുകൾ മാത്രം വാങ്ങി. ആരുടെയൊക്കെ തലയുരുളും? UDFൽ ആരൊക്കെ അച്ചടക്ക നടപടി നേരിടും? ആരുടെ പ്രഭാവമാണ് മുരളീധരനെ 3-ാം സ്ഥാനത്തിലേക്ക് എത്തിച്ചത്? പത്മജ വേണുഗോപാൽ അടക്കം തൃശ്ശൂരിൽ ചർച്ചയാവുകയാണ്. അങ്ങനെ തൃശ്ശൂരിൽ 3-ാമതായി മാറിയിരിക്കുകയാണ് കെ മുരളീധരൻ. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു